ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നൂലുകെട്ട് പരിപാടിക്ക് ശേഷം ചന്ദ്രമോഹനാണെങ്കിൽ മീനാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ആ കാര്യം പറയുകയാണ്. അതായത് മലേഷ്യയിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് മേനോൻ തൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞ കാര്യം. ഇത് കേട്ട ഉടനെ മീനാക്ഷിയുടെ നെഞ്ചിനകത്താണെങ്കിൽ വല്ലാത്തൊരു വിങ്ങലാണ് ഉണ്ടാവുന്നത്. കാരണം തൻ്റെ കുഞ്ഞ് വളരെ കുറച്ച് ദിവസം മാത്രമേ തന്നോടൊപ്പം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് അവൾ എത്തുകയാണ്. അവളെ പൂർണ്ണമായും സ്വന്തമാക്കാനായി മേനോനും ഭാര്യയും ആരംഭിച്ചു എന്നുള്ള സത്യം മീനാക്ഷി മനസ്സിലാക്കുകയാണ്. എന്തായാലും വിഷമത്തോടു കൂടി തന്നെ മീനാക്ഷി കൊണ്ടുവരാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഇക്കാര്യം തുളസിയെ അറിയിക്കുന്നുണ്ട്. തുളസി ആണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് പറയുകയാണ്, ഈ സാധനത്തിനെ ഇനി പൊതിഞ്ഞു കിട്ടി അയാളുടെ മുന്നിൽ കൊണ്ടു നിർത്തണോ, അയാൾക്ക് എന്താ ഇങ്ങോട്ട് വന്ന് കണ്ടോളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അതൊന്നും വകവയ്ക്കാതെ തുളസിയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് മീനാക്ഷി ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാളാണെങ്കിൽ അത് ചെവി കൊള്ളുന്നില്ല. അങ്ങനെ മീനുവാണെങ്കിൽ തീരുമാനിക്കുന്നുണ്ട് ചന്ദ്രമോഹനോടൊപ്പം കുഞ്ഞിനെ കാണിക്കാനായിട്ട് മേനോനെ കാണാൻ പോകാമെന്ന്. പിന്നെ നഴ്സിംഗ് പഠിത്തമൊക്കെ കഴിഞ്ഞ് മഞ്ജിമയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. മീനാക്ഷി കരുതുന്നത് മഞ്ജിമയ്ക്ക് കുഞ്ഞിനോട് ദേഷ്യം ഉണ്ടാവും എന്നാണ്. പക്ഷേ നേരെ തിരിച്ചാണ് മഞ്ജിമ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് മീനാക്ഷി കിടക്കുന്ന റൂമിലേക്ക് പോകുമ്പോൾ കുഞ്ഞ് അവിടെ കിടന്ന് കരയുന്നൊക്കെ കാണുന്നുണ്ട്. വേഗം തന്നെ മഞ്ജിമ അതിനെടുത്ത് കൊഞ്ചാണ്. നാളെ മറ്റൊരാൾക്ക് സ്വന്തമാവാൻ പോകുന്നവളാണെങ്കിലും കൂടി നമ്മളിതിന് നന്നായി നോക്കേണ്ട ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ മീനുവിനാണെങ്കിൽ സങ്കടമാവുന്നു. കാരണം എല്ലാം കൊണ്ടും മീനാക്ഷിയാണെങ്കിൽ തൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ് അതിനർത്ഥം. അങ്ങനെ ചന്ദ്രമോഹൻ കുഞ്ഞിനെയും മീനുവിനെയും കൊണ്ടുപോകാനായിട്ട് കാറുമായിട്ട് വരുന്നുണ്ട്. മീനാക്ഷി അയാൾക്കൊപ്പം പോവാൻ തയ്യാറെടുക്കുക. മുകുന്ദനാണെങ്കിൽ മീനാക്ഷിയെയും കുഞ്ഞിനെയും കാണാമെന്നുള്ള സന്തോഷത്തിലാണ്. ഈ സമയം അങ്കിതയാണെങ്കിൽ ഒരു ഡിമാൻഡ് വെക്കുകയാണ്. മുകുന്ദ ഒരിക്കലും മീനാക്ഷിയെ കാണരുത്, നിങ്ങൾ തമ്മിൽ പരസ്പരം കാണരുത്. ഇത് കേട്ടിട്ട് മുകുന്ദ ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ? അതങ്ങനെയാണ്, അതെനിക്ക് സഹിക്കില്ല, കുഞ്ഞിനെ മാത്രം കണ്ടാൽ മതിയെന്ന് അങ്കിത പറയുകയാണ്. ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നും മേനോൻ പറയുന്നുണ്ട്. എന്നാലും കൂടി അങ്കിതയുടെ മനസ്സിലാണെങ്കിൽ ചെറിയൊരു വിങ്ങലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.